ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് എൻ.കെ. പ്രേമചന്ദ്രന്റെ വീടിനു നേരെ കല്ലെറിഞ്ഞത് സ്വന്തം പാർട്ടിക്കാർ തന്നെയെന്ന് ആർ.എസ്.പി. സംസ്ഥാന സെക്രട്ടറി എ. അസീസിന്റെ വെളിപ്പെടുത്തൽ. കല്ലെറിഞ്ഞത് ആർ.എസ്.പിക്കാർ തന്നെയെന്ന് പോലീസ് കണ്ടെത്തിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആർ.എസ്.പിയെ അറിയിച്ചു. അസീസിന്റെ പരാമർശം സ്ഥിരീകരിച്ച് ആർ.എസ്.പി. കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം.കെ. അൻസാരിയുടെ ടെലിഫോൺ സംഭാഷണം പീപ്പിൾ ടി.വി. പുറത്തുവിട്ടു. ആർ.എസ്.പി. കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ സമർപ്പിക്കാനുള്ള കരട് റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെയാണ് എം.കെ. അൻസാരി ഉൾപ്പെടെയുള്ള ചില അംഗങ്ങൾ എം.പി. പ്രേമചന്ദ്രന് നേരെ 2 തവണയുണ്ടായ കല്ലേറ് സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താത്തതിനെക്കുറിച്ച് ചോദ്യം ഉന്നയിച്ചത്. ഇതിനുള്ള മറുപടിയിലാണ് എ. അസീസ് കല്ലെറിഞ്ഞത് ആർ.എസ്.പിക്കാർ തന്നെയാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് അറിയിച്ചത്. ആഭ്യന്തരമന്ത്രിയാണ് ഇക്കാര്യം തന്നെ അറിയിച്ചതെന്നും അസീസ് ജില്ലാ കമ്മിറ്റിയിൽ വെളിപ്പെടുത്തി. ഇക്കാര്യം ചോദ്യം ഉന്നയിച്ച എം.കെ. അൻസാരി തന്നെ കൈരളി പീപ്പിളിനോട് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഹലോ ഹലോ സഖാവേ, തിരക്കിലാണോ? ആരാണ്? ചവറയുന്ന തിരക്കിലാണോ? അല്ലല്ല, പറഞ്ഞോ. സാർ, ഞാൻ വിളിച്ച ഇന്നലെ ജില്ലാ കമ്മിറ്റിയിൽ ഇന്നലെ മറ്റേ നമ്മുടെ കല്ലേറിന്റെ ഈ സംഭവത്തിലെ റിപ്പോർട്ടിനെ കുറിച്ച് സാവ് ചോദിച്ചായിരുന്നല്ലോ. അപ്പൊ അതിനെന്താ ഈ അസീസാവ് എന്താ പറഞ്ഞേ? അത് നമ്മുടെ ആർ.എസ്.പിക്കാർ തന്നെയാ എറിഞ്ഞ, അതുകൊണ്ട് ആ റിപ്പോർട്ടിൽ വെക്കാത്തെന്ന് പറഞ്ഞല്ലേ? അസീസാവാണോ പറഞ്ഞത്? അസീസേട്ടൻ പറഞ്ഞത് അത് രമേശ് ആ കേസ് കൊടുത്തു. കേസ് പോലീസ് എടുത്തു. പോലീസ് അന്വേഷിച്ചു. ക്രൈംബ്രാഞ്ചിന്റെ സ്പെഷ്യൽ വിഭാഗം ഇങ്ങ് അന്വേഷിച്ചു. അന്വേഷണത്തിൽ മനസ്സിലായത് ആർ.എസ്.പിക്കാർ തന്നെയാണ് ആ വീടിന് കല്ലെറിഞ്ഞതെന്നാണ് റിപ്പോർട്ട് കിട്ടിയത്. അപ്പൊ പിന്നെ അത് കേസ് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, നമുക്ക് അത് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താനും പറ്റത്തില്ല. കാരണം റിപ്പോർട്ട് ഉൾപ്പെടുത്തിയ കേസിന്റെ സ്ഥിതി എന്താണെന്ന് ചോദിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രചരണ വേളയിൽ എൻ.കെ. പ്രേമചന്ദ്രനെ കുറ്റിച്ചിറയിൽ വെച്ച് ഇടതുമുന്നണി പ്രവർത്തകർ കല്ലെറിഞ്ഞെന്നായിരുന്നു പ്രചരണം. തെരഞ്ഞെടുപ്പിന് ശേഷം 2014 ജൂൺ 7-ന് പ്രേമചന്ദ്രന്റെ വീടിന് നേരെ കല്ലെറിഞ്ഞെന്ന് രണ്ടാമത്തെ പ്രചരണമുണ്ടായി. ഈ കല്ലേറിൽ ജനാലച്ചെല്ലുകൾ തകർന്നു. ഈ 2 സംഭവത്തിലും ആർ.എസ്.പിയും കോൺഗ്രസും ഇടതുമുന്നണിയെ പ്രതിക്കൂട്ടിലാക്കി. സുതാര്യമായ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇടതുമുന്നണി വിട്ടതിനെ തുടർന്ന് ആർ.എസ്.പിയിൽ താഴെത്തട്ടിലെ പ്രവർത്തകരുടെ പ്രതിഷേധത്തെ നേരിടാൻ വേണ്ടിയുള്ള തന്ത്രമായിരുന്നു കല്ലേറ് സംഭവങ്ങളെന്ന് ഒരു മുതിർന്ന ആർ.എസ്.പി. നേതാവ് തന്നെ കൈരളി പീപ്പിളിനോട് പറഞ്ഞു. എന്നാൽ അദ്ദേഹം പേര് വെളിപ്പെടുത്തരുതെന്ന അഭ്യർത്ഥന മാനിച്ച് ആർ.എസ്.പി. നേതാവിന്റെ പേര് പരാമർശിക്കുന്നില്ല. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. എറണാകുളം മഹാരാജാസ് കോളേജിന് സ്വയംഭരണ പദവി നൽകുന്നതിനെതിരെ 54 ദിവസമായി AKGCTA-യും SFI-യും നടത്തിവന്ന സമരം പിൻവലിച്ചു. തിരുവനന്തപുരത്ത് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയും അധ്യാപക വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് സമരം പിൻവലിക്കാൻ തീരുമാനമായത്. സമരസമിതി ഉന്നയിച്ച ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി KM എബ്രഹാമും സമരസമിതി നേതാക്കളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് സമരം പിൻവലിക്കാൻ തീരുമാനമായത്. ഓട്ടോണമസ് പദവി മറ്റ് സർക്കാർ കോളേജുകളിലേക്ക് തൽക്കാലം വ്യാപിപ്പിക്കില്ലെന്ന് സർക്കാർ ഉറപ്പ് നൽകി. മഹാരാജാസ് കോളേജിലെ ഫീസ് വർദ്ധിപ്പിക്കില്ല. സർക്കാർ ഫീസ് തുടരും. സ്വാശ്രയ കോളേജുകൾ ആരംഭിക്കില്ല. നിലവിലുള്ള 2 സ്വാശ്രയ കോഴ്സുകൾ എയ്ഡഡ് കോഴ്സുകളാക്കും. ഗവേണിംഗ് കൗൺസിൽ പുനഃസംഘടിപ്പിക്കും. പരീക്ഷ നടത്തിപ്പ് സുതാര്യമായിരിക്കും. സമരസമിതി ഉന്നയിച്ച ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചതായി ഗവൺമെന്റ് കോളേജ് അധ്യാപക സംഘടനയായ AKGCTA ജനറൽ സെക്രട്ടറി KK ദാമോദരൻ പറഞ്ഞു. മുതലാളിത്ത താൽപ്പര്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിൽ നിന്ന് ഒരു സമരം കൊണ്ട് നേടിയെടുക്കാവുന്നതിൻ്റെ പരമാവധി നേട്ടങ്ങൾ നേടിക്കൊണ്ടാണ് ഈ സമരം അവസാനിപ്പിക്കാൻ സമരസമിതി തീരുമാനിക്കുന്നത്. അതേസമയം ഓട്ടോണമസ് കോളേജ് എന്ന ആശയം ഇപ്പോൾ ഈ ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന തരത്തിൽ അതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ എതിർപ്പുകൾ കടുത്ത രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. സമരം ചെയ്തതിന്റെ പേരിൽ 10 അധ്യാപകരെ സ്ഥലം മാറ്റിയ നടപടി പിൻവലിക്കില്ല. കോടതിയിൽ കേസ് നടക്കുന്നതിനാലാണിത്. ഈ സമരത്തിൽ ഞങ്ങൾ ഉന്നയിച്ച എല്ലാ വിഷയങ്ങളും യഥാർത്ഥത്തിൽ സമൂഹത്തിലെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഒരു രീതിയിലും അത് കോളേജ് അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടായിരുന്നില്ല എന്നുള്ളത് മാധ്യമങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അധ്യാപക സംഘടനാ നേതാക്കളായ PS ശ്രീകല, കേരളവർമ്മ, SFI നേതാക്കളായ ഫസൽ, ബാലു പ്രമോദ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഇന്നലെ ഉച്ച മുതൽ ആരംഭിച്ച ചർച്ചയ്ക്കൊടുവിലാണ് ഇന്ന് സമരം പിൻവലിക്കാൻ തീരുമാനമായത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രേമം ആദ്യം അപ്ലോഡ് ചെയ്ത ആളിനെ അന്വേഷണ സംഘത്തിന് അറിയാമെന്ന് നിർമ്മാതാവും സംവിധായകനുമായ അൻവർ റഷീദ് പീപ്പിളിനോട് പറഞ്ഞു. നാളെ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാക്കുമെന്നും അൻവർ റഷീദ് പറഞ്ഞു.
ഞാൻ 2-3 ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ഇന്നലെയാണ് എത്തിയത്. നാളെയാണ് ഈ ഓഫീസേഴ്സിനെ കാണാൻ പോകുന്നത്. അതെന്തിനാണ് കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കേസിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയായിട്ട് അവർ വിളിപ്പിച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ ചെന്ന് പറയണമല്ലോ അവരോട് നേരിട്ട് എന്താണെന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്. അത് മാത്രമാണ്. പിന്നെ ഇതിൻ്റെ ഇന്നലെ ഏതോ ഛായാഗ്രഹനെ അന്വേഷിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രേമം സിനിമയുടെ ഛായാഗ്രഹനൊന്നുമല്ല. പ്രേമം സിനിമയുടെ ഛായാഗ്രഹൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇവിടെ ഉണ്ട്. അതൊന്നുമല്ല. അതൊക്കെ തെറ്റായിട്ടുള്ള ന്യൂസുകളാണ്. ഫസ്റ്റ് ടൈം ഓൺലൈനിൽ ഇത് വരുന്നത്, ഈ സിനിമ വരുന്നത്, ഇത് അപ്ലോഡ് ചെയ്ത ഒരാൾ ആരാണെന്നുള്ളൊരു ഡീറ്റെയിൽ ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് അപ്ലോഡ് ചെയ്തത് നമ്മുടെ അറിവില്ല. അപ്പം അയാളെ ആ ഒരു ഐഡൻറ്റിറ്റിയാണ് ഇവർ ട്രേസ് ചെയ്യാൻ നോക്കുന്നത്. ആ ഐഡൻറ്റിറ്റി ട്രേസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പേരിൽ പല ആളുകളുടെയാണ് കാണുന്നത്. അപ്പോൾ ഇത് ആരാണ് എന്താണെന്നുള്ള അന്വേഷണം നടത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തോ ഇന്നലെ അന്വേഷിച്ചതിൽ ഒരാളെന്തോ സിനിമയിലെ ഛായാഗ്രഹനായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണെന്നോ അങ്ങനെ എന്തോ ഒരു ന്യൂസ് വെച്ചിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഇമീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കണമായിരുന്നു. അത് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ആക്ഷൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ ഗവൺമെൻറ്റിൽ നിന്നോ എടുപ്പിക്കാനായിട്ട് ഞാൻ ഒരുപക്ഷെ കേപ്പബിൾ ആയിരിക്കില്ല. അതിനാണ് സംഘടന എനിക്ക് പിന്തുണയ്ക്കേണ്ടത്. സംഘടന എന്നെ പിന്തുണച്ചില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. സംഘടന ഇതിനുവേണ്ടി വർക്ക് ചെയ്തു. ഇവർ കുറേ കാര്യങ്ങൾ നീക്കാൻ നോക്കി. പക്ഷേ ആ സ്പീഡ് പോരായിരുന്നു, ആ ശക്തി പോരായിരുന്നു. അഴിമതിക്കെതിരെ ഇടതു പാർട്ടികളുടെ രാജ്യവ്യാപക പ്രക്ഷോഭം ജൂലൈ 20 നടക്കും. വിശദാംശങ്ങളുമായി എം സന്തോഷ് ദില്ലിയിൽ നിന്ന് ടെലിഫോണിൽ ചേരുന്നു. സന്തോഷ്, വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ധന്യ, ദില്ലിയിൽ ചേർന്ന 6 ഇടതു പാർട്ടികളുടെ യോഗത്തിലാണ് ജൂലൈ 20 ദേശവ്യാപകമായ പ്രതിഷേധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അന്നേ ദിവസം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടതു പാർട്ടികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിലെ BJP സർക്കാരും അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെട്ട മന്ത്രിമാരും നടത്തുന്ന അഴിമതികൾക്കെതിരെയാണ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ നടത്താൻ ഇടതു പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ ലളിത് മോഡി വിവാദം, അതോടൊപ്പം തന്നെ സ്മൃതി ഇറാനി ഉൾപ്പെട്ടിട്ടുള്ള വിവാദം തുടങ്ങിയ വിവാദങ്ങളിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും ഇടതു പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ആരോപണ വിധേയരായ മന്ത്രിമാർ സ്ഥാനം ഒഴിഞ്ഞ് മാറി നിൽക്കണമെന്നും ഇടതു പാർട്ടികൾ ആവശ്യപ്പെടുന്നു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജൂലൈ 20 ദേശവ്യാപകമായി പ്രതിഷേധ ദിനം ആചരിക്കുന്നത്. ധന്യ, നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി 450 കോടി രൂപയുടെ സ്വർണം കടത്തിയ സംഭവത്തിൽ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. മൂവാറ്റുപുഴ സ്വദേശി ജിതിൻ കെ ബഷീറാണ് കസ്റ്റംസിന്റെ പിടിയിലായത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി TA നൌഷാദിനെ സഹായിച്ചത് ജിതിൻ കെ ബഷീറാണ്. ഒരു വർഷത്തിനിടെ 1250 കിലോഗ്രാം സ്വർണമാണ് നൌഷാദ് കടത്തിയത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നെടുമ്പാശ്ശേരി വഴി 1250 കിലോഗ്രാം സ്വർണ്ണമാണ് ജബിന്റെ സഹായത്തോടെ കടത്തിയത്. ഇതിന് ഏകദേശം 450 കോടി രൂപയാണ് വിപണി വില. സ്വർണം കടത്തിയ TA നൌഷാദിനെയും കസ്റ്റംസ് പിടികൂടി. ഒരു പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പിന് വേണ്ടിയാണ് നൌഷാദ് സ്വർണം കടത്തിയതെന്ന് കസ്റ്റംസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജ്വല്ലറി ഉടമയെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകി. എമിഗ്രേഷൻ വിഭാഗത്തിൽ സെക്യൂരിറ്റി അസിസ്റ്റന്റാണ് പിടിയിലായ ജബിൻ കെ ബഷീർ. തൃശൂർ AR ക്യാമ്പിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. പോലീസ് ഉദ്യോഗസ്ഥനായ ജബിൻ ഡെപ്യൂട്ടേഷനിലാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗത്തിൽ എത്തിയത്. ഇയാൾ ഇവിടേക്ക് എത്തിയതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യവും കസ്റ്റംസ് പരിശോധിച്ചു വരികയാണ്. സ്വർണം കടത്താൻ സഹായിച്ചതിന് ജബിന് കോടികൾ പ്രതിഫലം ലഭിച്ചതായും കസ്റ്റംസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യവും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ദേശീയ കൺവെൻഷൻ ഡാളസിൽ ചേർന്നു. കൺവെൻഷനിൽ ശ്രീ രവിശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. 5 ദിവസത്തെ കൺവെൻഷൻ കുളത്തൂർ അദ്വൈത മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. ഗുരുധർമ്മ പ്രചരണ സഭ ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുപ്രസാദ് ആശംസാ പ്രസംഗം നടത്തി. ഹിന്ദു ഐക്യവേദി ജനറൽ സെക്രട്ടറി കുമ്മനം രാജശേഖരൻ, നോവലിസ്റ്റ് ശ്രീ രാധാകൃഷ്ണൻ, രാഹുൽ ഈശ്വർ തുടങ്ങിയവർ പങ്കെടുത്തു. പറവൂർ പീഡന കേസിൽ തനിക്കെതിരെ ഉയർന്ന കൈക്കൂലി ആരോപണത്തിനു പിന്നിൽ ഭരണപക്ഷ ഹരിത നേതാവും SP-യും എന്ന് അഡ്വക്കേറ്റ് അയൂബ് ഖാൻ. കള്ളം പറഞ്ഞ് കൃത്രിമ രേഖകൾ ഉണ്ടാക്കിയതും തന്നെ ബലിയാടാക്കിയെന്നും അഡ്വക്കേറ്റ് അയൂബ് ഖാൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചു. വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അയൂബ് ഖാൻ പറഞ്ഞു. സത്യം ആരും മനസ്സിലാക്കുന്നില്ല. ഞാൻ പുലർത്തിയ ആത്മാർത്ഥതയും സത്യസന്ധതയും ഇപ്പോൾ എനിക്ക് വിനയാകുന്നു എന്നു തുടങ്ങിയാണ് അയൂബ് ഖാൻ്റെ ഫേസ്ബുക്ക് പ്രതികരണം. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി നിന്നതിനാണ് താൻ ആക്രമിക്കപ്പെടുന്നത്. കള്ളം പറഞ്ഞും കൃത്രിമരേഖകളുണ്ടാക്കിയും തന്നെ ബലിയാടാക്കി. അപമാനിച്ചു പുറത്താക്കാൻ ചിലർ നടത്തിയ ശ്രമങ്ങൾ അവരുദ്ദേശിച്ച രീതിയിൽ വിജയിച്ചു. ഇനി അവർക്ക് വേണ്ടത് തൻ്റെ രക്തവും മാംസവുമാണ്. ഭരണപക്ഷ ഹരിത നേതാവും SP-യും അതാവോളം ഭുജിക്കട്ടെയെന്നും അയൂബ് ഖാൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു. തനിക്കെതിരെ ഉണ്ടായിരിക്കുന്ന നീക്കത്തിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അയൂബ് ഖാൻ പറഞ്ഞു. പറവൂർ കേസിൽ APP-ആയി നിയമിക്കപ്പെട്ട അയൂബ് ഖാൻ
പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മൊഴി മാറ്റാമെന്നും തിരിച്ചറിയൽ പരേഡിൽ സഹായിക്കാമെന്നും വാഗ്ദാനം ചെയ്ത് പ്രതികളിൽ നിന്നും പണം ആവശ്യപ്പെട്ടതിൻ്റെ ഫോൺ സംഭാഷണങ്ങൾ അടക്കമുള്ള തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരുന്നു. തെളിവുകൾ ക്രൈംബ്രാഞ്ച് ADGPക്ക് കൈമാറിയതായും അന്വേഷണ സംഘത്തലവനായ SP അറിയിച്ചിരുന്നു. അയൂബ് ഖാനെ APP സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് അയൂബ് ഖാന്റെ പ്രതികരണം. KM ഉമേഷ്, കൊച്ചി. CPIM-നെ തകർക്കാൻ ആസൂത്രിത നീക്കമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും കോടിയേരി പറഞ്ഞു. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയും CPIM ഒഞ്ചിയം ഏരിയ സെക്രട്ടറിയുമായിരുന്ന CH അശോകന്റെ 2ാം ചരമവാർഷികാചരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടിക്കെതിരായ കടന്നാക്രമണങ്ങൾക്കും വ്യാജ പ്രചരണങ്ങൾക്കുമിടയിലും ഒഞ്ചിയത്ത് വിപ്ലവ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ച CH അശോകന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് നടന്ന പ്രകടനത്തിൽ 100 കണക്കിന് പാർട്ടി പ്രവർത്തകരാണ് അണിനിരന്നത്. തുടർന്ന് CH അശോകൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രമർപ്പിച്ചു. CH അശോകൻ ഭരണകൂട ഭീകരതയുടെ ഇരയായിരുന്നുവെന്നും BJPയും UDFും ഗൂഢാലോചന നടത്തി CPM-നെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. CPM-നെ ആക്രമിക്കാൻ, CPM-നെ തകർക്കാൻ BJPയും കോൺഗ്രസും ഒത്തുകളിക്കുകയാണ് ചെയ്യുന്നത്. കേരള രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ആപൽക്കരമായ ഒരു പ്രവണതയാണ്. ഇതിനെ ഇടതുപക്ഷ ജനാധിപത്യ മതേതര ശക്തികൾ ചേർന്നുകൊണ്ട് ഈ വെല്ലുവിളി നേരിടണം. എങ്ങനെയെങ്കിലും ഈ കേരളത്തിലെ പാർട്ടിയെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ദുർബലമാക്കുക എന്നതാണ് RSSന്റെ തന്ത്രം. അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെന്റിനെ അവർ ഉപയോഗിക്കുകയാണ്. കാപ്പ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ധാരാളം പ്രവർത്തകന്മാരെ കാപ്പ പ്രകാരം കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് അനുസരിച്ച് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെക്കാനും ജയിലിലടക്കാനും ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇങ്ങനെ സംസ്ഥാനം ഒരു തടവറയാക്കി മാറ്റിക്കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാം എന്നാണ് ഉമ്മൻചാണ്ടിയും BJPയും കരുതെങ്കിൽ ഈ വെല്ലുവിളി കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. CH അശോകൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പുറത്തിറക്കിയ സ്മരണിക കോടിയേരി ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു. CPIM ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ, NGO യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മാത്തുക്കുട്ടി, KK ലതിക MLA തുടങ്ങിയ നേതാക്കൾ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.